ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചില്ലു ബല്ലു ഹില്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് IT ക്വിസിൻ്റെ ആദ്യ ഭാഗവുമായാണ് എത്തിയിരിക്കുന്നത്. ഈ വീഡിയോയും ഇനി വരാൻ പോകുന്ന വീഡിയോസും കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും IT ക്വിസിൽ വിജയിക്കാം. ഇതുപോലെയുള്ള മറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. IMEI എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? ഉത്തരം ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിഫൈ. സെയ്മൂർ പാർക്ക് കുട്ടികൾക്കായി വികസിപ്പിച്ച കമ്പ്യൂട്ടർ ഭാഷ ഏത്? ഉത്തരം ലോഗോ. മൈക്രോസോഫ്റ്റ് സ്ഥാപിതമായ വർഷം? ഉത്തരം 1975. ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്ന്? ഉത്തരം ഡിസംബർ 2. വൈറസിന്റെ പൂർണ്ണ രൂപം എന്ത്? ഉത്തരം വൈറ്റൽ ഇൻഫർമേഷൻ റിസോഴ്സ് അണ്ടർ സീജ്. ഗൂഗിൾ രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം ലാറി പേജ്, സെർജി ബ്രിൻ. കമ്പ്യൂട്ടർ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം അലൻ ട്യൂറിംഗ്. OTG കേബിളിന്റെ പൂർണ്ണ രൂപം എന്ത്? ഉത്തരം ഓൺ ദ ഗോ കേബിൾ. കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ചാൾസ് ബാബേജ്. ഹോട്ട്മെയിൽ രൂപീകരിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം സബീർ ഭാട്ടിയ. ഈ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല ഏത്? ഉത്തരം മലപ്പുറം. ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം സെയ്മൂർ ക്രേ. ഇമെയിലിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം റേ ടോമിൻസൺ. സിമ്മിന്റെ പൂർണ്ണ രൂപം എന്ത്? ഉത്തരം സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. വിക്കിപീഡിയ സ്ഥാപിച്ചത് ആര്? ഉത്തരം ജിമ്മി വെയിൽസ്, ലാറി സാങ്ങർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ചോദ്യം ഇതാണ്: സഡാക്കോ ആൻഡ് ദ 1000 പേപ്പർ ക്രെയിൻസ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം എലീനർ കോയർ. ഏറ്റവും വേഗം ശരിയുത്തരം അയച്ചത് ധ്രുപദ്. രണ്ടാമതായി രാജിര ഷഫീഖ് എന്ന അക്കൗണ്ട്. ശരിയുത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. എപ്പോഴാണ് വിക്കിപീഡിയ സ്ഥാപിച്ചത്? ഉത്തരം 2001. മൗസ് കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ഡഗ്ലസ് ഏംഗൽബർട്ട്. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന സാങ്കേതിക വിദഗ്ധൻ ആര്? ഉത്തരം സെയ്മൂർ ക്രേ. 1983 കമ്പ്യൂട്ടർ വൈറസ് എന്ന പദം ആദ്യമായി സംഭാവന ചെയ്ത വ്യക്തി ആര്? ഉത്തരം കോഹൻ. ഏത് ഗണിത സൂത്രവാക്യം ഉപയോഗിച്ചാണ് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ പ്രവർത്തിക്കുന്നത്? ഉത്തരം പേജ് റാങ്ക്. കേരളത്തിലെ ആദ്യ സൈബർ പോലീസ് സ്റ്റേഷൻ ഏത് അല്ലെങ്കിൽ എവിടെ? ഉത്തരം പട്ടം, തിരുവനന്തപുരം. കമ്പ്യൂട്ടറിൽ F1 കീ അമർത്തിയാൽ ലഭിക്കുന്നത് എന്ത്? ഉത്തരം ഹെൽപ്പ്. ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ബാങ്കിംഗ് ഓഫീസ് ഏത്? ഉത്തരം HDFC. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ വിജ്ഞാനകോശം ആയി വളർന്നു കഴിഞ്ഞിരിക്കുന്ന വിക്കിപീഡിയയുടെ സ്ഥാപകൻ ആര്? ഉത്തരം ജിമ്മി വെയിൽസ്. ഇന്ത്യയിലെ ആദ്യ വെർച്വൽ യൂണിവേഴ്സിറ്റി ഏത്? ഉത്തരം ഇഗ്നോ യൂണിവേഴ്സിറ്റി. ഇന്റർനെറ്റിന്റെ ആദ്യ രൂപം എന്ത്? ഉത്തരം ആർപാനെറ്റ്. ലിനക്സ് വികസിപ്പിച്ചെടുത്തത് ആര്? ഉത്തരം ലിനക്സ് ടോർവാൾഡ്സ്. ജാവ എന്ന കമ്പ്യൂട്ടർ ഭാഷ കണ്ടുപിടിച്ചത് ആര്? ഉത്തരം ജെയിംസ് ഗ്ലോസിംഗ്. മൊബൈൽ സൈബർ ഫോറൻസിക് ലാബ്
ആദ്യം നിലവിൽ വന്ന ഇന്ത്യൻ നഗരം ഏത്? ഉത്തരം ഡൽഹി. മലയാളം വിക്കിപീഡിയ നിലവിൽ വന്ന വർഷം? ഉത്തരം 2002. ഇമെയിൽ അഡ്രസ്സിൽ ഉപയോഗിച്ച് തുടങ്ങിയ വർഷം? ഉത്തരം 1972. BSNL 3G സേവനം ലഭ്യമാക്കിയ കേരളത്തിലെ ആദ്യ നഗരം ഏത്? ഉത്തരം കോഴിക്കോട്. wikileaks.com എന്ന സൈറ്റിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം ജൂലിയൻ അസഞ്ച്. ഇന്റലിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം റോബർട്ട് നോയ്സ് ഗോൾഡൻ മൂർ. സിഡിയുടെ പൂർണ്ണരൂപം എന്ത്? ഉത്തരം കോമ്പാക്ട് ഡിസ്ക്. ജെല്ലി ബീൻ എന്താണ്? ഉത്തരം ആൻഡ്രോയിഡ് OS. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയ്ക്ക് അടിസ്ഥാനമായ ഇൻഫർമേഷൻ തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം ക്ലോഡി ഷാനൻ. കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ഏതു ഭാഷയിൽ നിന്നാണ്? ഉത്തരം ലാറ്റിൻ. കമ്പ്യൂട്ടേഴ്സ് എന്ന വാക്കിൽ നിന്ന്. കമ്പ്യൂട്ടറിലേക്ക് നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളും അറിയപ്പെടുന്ന പേര് എന്ത്? ഉത്തരം ഡാറ്റ. കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം ഏത്? ഉത്തരം കീബോർഡ്. കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം ഏത്? ഉത്തരം മോണിറ്റർ. കീബോർഡിലെ ഫംഗ്ഷൻ കീകളുടെ എണ്ണം എത്ര? ഉത്തരം 12. കീബോർഡിലെ ഏറ്റവും വലിയ കീ ഏത്? ഉത്തരം സ്പേസ് ബാർ. മൗസിന്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ഏത്? ഉത്തരം മിക്കി. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം മോണിറ്റർ. 1 MB അഥവാ 1 മെഗാബൈറ്റ് എന്നത് എത്ര കിലോ ബൈറ്റ് ആണ്? ഉത്തരം 1024. ആരാണ് ഫ്ലോപ്പി ഡിസ്ക് കണ്ടുപിടിച്ചത്? ഉത്തരം അലൻ ഷുഗർട്ട്. ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത്? ഉത്തരം വിൻഡോസ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം റിച്ചാർഡ് സ്റ്റാൾമാൻ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം. ചോദ്യം ഇതാണ്: WWWന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഉത്തരം എത്രയും പെട്ടെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിജയികളുടെ പേര് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതോടുകൂടെ നമ്മുടെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. ഇതുപോലെയുള്ള മറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ തന്നെ മറക്കാതെ ഇനി വരാൻ പോകുന്ന വീഡിയോസും കാണുക.